ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നാടകമാണ്. അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകം. ഇതൊരു തനത് നാടകമാണ്. ഇത് കാവാലം നാരായണ പണിക്കർ എഴുതിയ നാടകമാണ്. പാഠഭാഗത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് നാടകം എന്താണ് എന്നും തനത് നാടകത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഒന്ന് ചർച്ച ചെയ്യാം. ലോകമാകെ വേരുകളുള്ള മഹത്തായ ഒരു കലാരൂപമാണ് നാടകം. ഇത് പാശ്ചാത്യ ദേശങ്ങളിലും അതേപോലെ പൗരസ്ത്യ ദേശങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ടാണ് രംഗങ്ങളിൽ അവതരണത്തിൽ ഒക്കെയും വ്യത്യസ്തമായിട്ട് കാണാവുന്നതാണ്. മലയാളത്തിൽ നാടകങ്ങൾ രചിക്കപ്പെട്ട് തുടങ്ങിയിട്ട് ഒരു 1.5 ശതാബ്ദത്തോളം ആയിട്ടുണ്ടെന്ന് പറയാം. എങ്കിലും എത്രയോ കാലപ്പഴക്കമുള്ള നാടക അവതരണ രീതികളും അതിൻ്റെ സംസ്കാരവും ഒക്കെ കൈമുതലുള്ള ഒരു കേരള ഭൂമിയിലാണ് നമ്മളുള്ളത് എന്ന് അഭിമാനിക്കാം. ആധുനിക പ്രവണതകൾക്കനുസരിച്ച് അവതരിപ്പിക്കപ്പെട്ട പല നാടകങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അന്നത്തെ പോലെ ഇന്ന് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയാത്തതിന് കാരണം രംഗകലാവേദിയുടെ പാരമ്പര്യത്തിൽ നിന്നും അത് അകന്നു നിൽക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇത് തനത് നാടകവേദി എന്നൊരു ആശയത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയാം. ഈ ഒരു ചിന്തയാണ് തനത് നാടകവേദിയുടെ തുടക്കമെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓരോ നാടിൻ്റെയും സ്വന്തമായ സാംസ്കാരിക പൈതൃകത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നാടകവേദിയാണ് തനത് നാടകത്തിൻ്റെ പ്രത്യേകത. നാടകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാടിൻ്റെ അകമാണല്ലോ നാടകം. ഒരു നാടിൻ്റെ അകത്തെ നമ്മൾ അറിയുന്നു, കാണുന്നു. അപ്പോൾ ഒരു തനത് നാടകവേദിയുടെ ഉത്ഭവം കൂടിയാട്ടം, അതേപോലെ കഥകളി തുടങ്ങിയിട്ടുള്ള ക്ലാസിക് കലാരൂപങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ തെയ്യം, തിറ തുടങ്ങിയുള്ള അനുഷ്ഠാന കലാരൂപങ്ങളിൽ നിന്നും ഒക്കെ സ്വാംശീകരിച്ച ചില ഭാവങ്ങൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചല്ലോ ആദ്യം കാക്കരശ്ശി നാടകം, നമ്മളെ യൂണിറ്റിൻ്റെ ആദ്യം തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങളുടെ ഒക്കെ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് രൂപപ്പെട്ടതാണ് കേരളത്തിലെ തനത് നാടകവേദി എന്ന് നമുക്ക് പറയാം. ഇതിൽ നൃത്തം, സംഗീതം, വാദ്യം എല്ലാം ചേർന്ന ഒരു അവതരണ രീതി നമുക്ക് കാണാവുന്നതാണ്. അത് തനത് നാടകത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. വൈവിധ്യമാർന്ന സമകാലികമായ എല്ലാ പ്രശ്നങ്ങളെയും തനത് നാടകം വിഷയമാക്കാറുണ്ട്. CN ശ്രീകണ്ഠൻ നായരാണ് മലയാളത്തിൽ തനത് നാടകവേദിക്ക് തുടക്കം കുറിച്ചതെന്ന് പറയാം. ശ്രീകണ്ഠൻ നായർ. പിന്നീട് കാവാലം നാരായണ പണിക്കർ, M ഗോവിന്ദൻ, G ശങ്കരപ്പിള്ള, ഡോക്ടർ അയ്യപ്പ പണിക്കർ തുടങ്ങി തനത് നാടകവേദിയുടെ ഓരോ ചുവടിലും വലിയ പങ്ക് വഹിച്ച ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അതൊക്കെ എടുത്തു പറയേണ്ട ആളുകളാണ്. കാവാലം നാരായണ പണിക്കരുടെ അവനവൻ, കടമ്പ, ദൈവത്താർ തുടങ്ങിയിട്ടുള്ള തനത് നാടകങ്ങളൊക്കെ മലയാളത്തിലെ പ്രശസ്തമായ തനത് നാടകങ്ങൾക്ക് ഉദാഹരണമാണ്. തനത് നാടകത്തിൻ്റെ സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നാടകമാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ള അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആക്ഷേപഹാസ്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക വിമർശനമാണ് അതിൽ വരുന്നത് എന്നതാണ്. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ എന്താ? കളിയാക്കുക എന്നല്ലേ. അപ്പോൾ കളിയാക്കുന്ന രീതിയിൽ സാമൂഹിക പ്രശ്നത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, അതാണ് ഈ നാടകത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. ഇവിടെ കാവാലം നാരായണ പണിക്കർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആശയം നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പുരാണ സ്പർശമുള്ളൊരു ഇതിവൃത്തത്തെയാണ് അദ്ദേഹം സമകാലിക സാമൂഹിക വിമർശനത്തിൻ്റെ പശ്ചാത്തലമാക്കി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതായത് ഒരു പുരാണ പശ്ചാത്തലമുണ്ട്. അതിങ്ങനെയാണ്: ശ്രീരാമൻ പിറന്ന രാജവംശമാണല്ലോ സൂര്യവംശം. അവസാന രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അഗ്നിവർണ്ണൻ. അപ്പോൾ ഈ സൂര്യവംശത്തിലെ ഏറ്റവും പാരമ്പര്യം ഇങ്ങനെ തുടർന്ന് വന്ന് അവസാനത്തെ രാജാവാണ് അഗ്നിവർണ്ണ രാജാവ്. യുഗപ്രഭാവന്മാരായ രഘു, അതേപോലെ ദിലീപ രാജാവ്, ദശരഥ രാജാവ്, ശ്രീരാമൻ തുടങ്ങിയവരിലൂടെ ഉയർന്നു നിന്ന ആ ഒരു സൂര്യവംശത്തിൻ്റെ പ്രഭ അവസാനത്തെ രാജാവായ അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന രാജാവിൽ അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അഗ്നിവർണ്ണ രാജാവിൻ്റെ ദുർഭരണം, കുത്തഴിഞ്ഞ ജീവിത രീതി, ഇതൊക്കെ കാരണം തകർന്നു പോകുന്ന ഒരു രാജ്യമായിട്ടാണ് അയോധ്യയെ നമ്മൾ കാണുന്നത്. ഇത് കാളിദാസൻ്റെ മഹാകാവ്യമായ രഘുവംശത്തിലും വിവരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തകർച്ച.
ഈ കഥയുടെ ചെറിയൊരു ഭാഗമാണ് അതിൽ നിന്ന് കാവാലൻ നാരായണ പണിക്കർ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന രചനയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ രാജ്യഭരണത്തിലും അതേപോലെ പ്രജകളുടെ ക്ഷേമത്തിലും ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ സ്വന്തം സുഖഭോഗങ്ങളിൽ അതേപോലെ പരസ്പരീ ഇഷ്ടങ്ങളിലും ഉപജാപങ്ങളിലും മാത്രമായി മുഴുകി കഴിയുന്ന ഒരു രാജാവായി അഗ്നിവർണ്ണ രാജാവ് മാറുകയാണ്. പ്രജകൾക്ക് രാജാവിനെ നേരിട്ട് കണ്ട് തങ്ങളുടെ വിഷമങ്ങൾ പറയാനുള്ള ഒരു അവസരം പോലും അന്ന് ഉണ്ടായിരുന്നില്ല. പ്രജകൾ തൻ്റെ വിഷമങ്ങൾ ആരോടെ പറയുക? രാജാവിനോടല്ലേ പറയേണ്ടത്. എന്നാൽ രാജാവ് എന്ത് ചെയ്യണം? അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കി ആ രാജ്യത്ത് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ അതിനൊരു അവസരം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ രാജാവിനെ പ്രശംസിച്ചും അദ്ദേഹത്തെ സ്തുതിച്ചും ഉപജാപകന്മാർ കുറച്ച് പേരുണ്ട്. അയാളെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ആളുകൾ. അവരെന്ത് ചെയ്യുന്നു? ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ്. അപ്പം ജനങ്ങൾ പറയുന്നതൊന്നും രാജാവ് കേൾക്കണ്ട, ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സമകാലിക ഭരണക്രമത്തിലും ഇത്തരം സംഭവങ്ങൾ ഉദാഹരണമായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ നാടകം കാവല നാരായണ പണിക്കർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ചില നേർക്കാഴ്ചയാണ് ഇത് എന്ന് നമുക്ക് പറയാം. ജനങ്ങൾക്ക് നേരിട്ട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ആ ഭരണാധികാരിയോട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് നേരിട്ട് പറയാനുള്ള ഒരു അവസരം അതിൻ്റെ ഇടയിൽ വർത്തിക്കുന്ന മധ്യവർത്തികൾ അനുവദിക്കുന്നില്ല. ആ ഒരു സംഭവം ഇവിടെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിലൂടെ കാവാലൻ നാരായണ പണിക്കർ അവതരിപ്പിക്കാൻ ശ്രമിക്കുക തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇതിൽ പ്രധാനമായിട്ടും ഈ നാടകത്തിൽ 6 കഥാപാത്രങ്ങളാണ് കടന്നു വരുന്നത്. അതായത് വിദൂഷകൻ എന്ന് പറയുന്ന കഥാപാത്രം, പിന്നെ കേവലരാമൻ, അതേപോലെ ചിന്താരാമൻ, കൊത്തുവാള്, രാജഗുരു, അടിച്ചുതളിക്കാരി. ഇങ്ങനെ 6 കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഇതിലെ നാടകത്തിൽ കടന്നു വരുമെന്ന് പറയുന്നത് പാശ്ചാത്യ നാടകത്തിലെ കോറസ് ഉണ്ടല്ലോ, അതായത് ഗായക സംഘത്തെ അനുസ്മരിക്കുന്ന ഒരു കൂട്ടം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കത് കാണാവുന്നതാണ്. അവർക്ക് ജനം എന്നൊരു പേരാണ്. ഏറ്റുപറയുന്നവർ, ഇവർ പറഞ്ഞത് ഏറ്റുപറയുന്നൊരു ശബ്ദം, അതാണ് ജനമായിട്ട് ഇതിൽ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ആ ശബ്ദം മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുക അവിടെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ രംഗവേദിയിൽ ആദ്യം നമ്മൾ കാണുന്നത് ഒരു സിംഹാസനത്തിലേക്ക് 2 മരക്കാലുകൾ വിദൂഷകൻ അതും എടുത്തു വരുന്നതാണ്. ആ സിംഹാസനത്തിൽ ആ കാലുകൾ പ്രതിഷ്ഠിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാജാവായ അഗ്നിവർണ്ണ രാജാവിൻ്റെ കാലുകളാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രജകൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ വെച്ചിരിക്കുന്ന കാലുകളോടാണ് ഇനി ജനങ്ങൾ പറയേണ്ടത്. അധികാരം അല്ലെങ്കിൽ രാജപദവി തെറ്റായ ആളുകളിലേക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭരണം നടത്താൻ അറിയാത്ത ആളുടെ കൈകളിലേക്ക് എത്തിയാൽ എത്രമാത്രം അത് ആ ഭരണവും രാജ്യവും നശിച്ചു പോകും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത്. മുഖത്ത് നോക്കി പറയേണ്ട കാര്യം കാൽപാദങ്ങളെ നോക്കി പറയേണ്ട ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിലും നല്ലത് മരിക്കുന്നത് തന്നെയല്ലേ. ആരോടാണ് നമ്മൾ വിഷമങ്ങളൊക്കെ നമ്മൾ പറയുക? നമ്മുടെ വിഷമം കേൾക്കാത്തൊരവസ്ഥ വരുമ്പോൾ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ജനാധിപത്യം ഉൾപ്പെടെയുള്ള ഏത് ഭരണവ്യവസ്ഥയും എപ്പോഴും പുതുക്കലുകൾക്കും വിമർശനങ്ങൾക്കും വിമർശനാത്മകമായ വിലയിരുത്തലുകൾക്കും വിധേയമായില്ലെങ്കിൽ ജീർണിച്ചു പോവുക തന്നെ ചെയ്യും എന്നൊരു സൂചന ഈ നാടകം നമുക്ക് നൽകുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന ഈ നാടകം ഇത് ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ഒരാശയത്തെ, അതായത് ഭരണകൂടത്തെ നവീകരിക്കാനുള്ള ശ്രമങ്ങളോ പ്രജകളോട് സംവദിക്കാനുള്ള നീക്കമോ ഇല്ലാത്ത അഗ്നിവർണ്ണൻ നശിപ്പിക്കുന്നത് സ്വന്തം വ്യക്തിത്വത്തെ മാത്രമല്ല ഒരു മഹത്തായ സൂര്യവംശ പാരമ്പര്യത്തെ കൂടിയാണ്, ഒരു സംസ്കാരത്തെ കൂടിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ തൻ്റെ കൂടെയുള്ള ഉപജാപക വൃന്ദം ഉണ്ടല്ലോ രാജാവിനെ സ്തുതിക്കുന്നത്, അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ജീർണതയ്ക്ക് കാരണമാകുന്നത് എന്നതും സത്യമാണ്. അപ്പോൾ രാജാവിനെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന ആളുകളാണ് ഈ ഉപജാപക വൃന്ദം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഈ നാടകത്തിൽ ഇതിൽ വരുന്ന 6 കഥാപാത്രങ്ങളെ പറഞ്ഞല്ലോ നേരത്തെ. ഇതിൽ ഓരോ കഥാപാത്രത്തിനും ഇന്നത്തെ സാമൂഹിക ക്രമത്തിലെ വെളിച്ചത്തിൽ കൃത്യമായ സ്ഥാനം
ഉണ്ടെന്ന് നമുക്ക് പറയാം. അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന രാജാവ് ഇവിടെ രംഗത്ത് വരുന്നില്ല, കാല് മാത്രമല്ലേ വരുന്നുള്ളൂ, അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് ആ കാല്. നോക്കൂ, അപ്പോൾ ഇവിടെ ജീർണിച്ചതും ചൂഷണം നിറഞ്ഞതുമായ ഒരു രംഗമാണ് അതൊക്കെയും. അപ്പോൾ ജനങ്ങളിൽ നിന്ന് രാജാവ് അകന്നു നിൽക്കുകയാണ്. അത് രാജാവിൻ്റെ ഒരു ദോഷമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു രാജാവ്, ഒരു തലവൻ എന്ന നിലയിൽ ആദ്യം മുതൽ അവസാനം വരെ രാജാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു രാജാവ്. അപ്പോൾ അവിടെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയല്ലേ ഇത് കൊണ്ടുപോകുന്നത്. ഈ ഒരു ജനങ്ങളുടെ പ്രീതി, രാജ്യത്തിൻ്റെ ക്ഷേമമാണ് രാജ്യരക്ഷ എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ശ്രദ്ധയില്ലാത്തൊരു രാജാവ്, ഇവിടെ ഒരു രാജാവ് ഉണ്ട് എന്ന് കൊത്തുവാള് വന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അവിടെ. അപ്പോൾ ആ ഒരു രംഗമാണ് ഇവിടെ അധപ്പതിച്ച നീതിന്യായ വ്യവസ്ഥിതിയുടെ പ്രതീകമായി നാടകത്തിലെ കൊത്തുവാളിനെ നമുക്ക് കാണാവുന്നതാണ്. അതായത് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്തൊരു രാജാവ്, അധികാരത്തിൻ്റെ ഓജസ്സോ ശക്തിയോ ഒന്നുമില്ലാത്ത ഒരു മരപ്പാവയ്ക്ക് തുല്യമാണ് എന്നാണ് കൊത്തുവാള് കാണിച്ചു തരുന്നത് നമുക്ക്. അതുകൊണ്ടാണ് അധികാരത്തെ സ്ഥാപിക്കാനുള്ള എളുപ്പ വഴിയായി കൊത്തുവാള് മർദ്ദനത്തെ, അതുകൊണ്ടാണ് അദ്ദേഹം ഉപദ്രവിക്കാൻ ചെല്ലുന്നത് അവിടെ. അപ്പം ഇവിടെ ഒരു രാജാവുണ്ട് എന്ന കൊത്തുവാളിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ, അത് വിശേഷപ്പെട്ടത് തന്നെയാണ്. ഓരോ ഭരണാധികാരിക്കും അവിടെ മാർഗനിർദ്ദേശം നൽകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഉപദേശകരും ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവുമല്ലോ രാജകൊട്ടാരത്തിൽ. പക്ഷെ അവരൊക്കെയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജാവിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, സ്തുതി പാടാനും വേണ്ടി മാത്രമായിട്ട്. അപ്പം ഇതൊക്കെയും ജനദ്രോഹപരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് നമുക്ക് പറയാം. അതിനൊരു പ്രതിനിധിയാണ് അങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന, അല്ലെങ്കിൽ രാജാവിനെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു ആളായിട്ടാണല്ലോ രാജകൊട്ടാരത്തിൽ നമ്മൾ രാജഗുരുക്കന്മാരെ കാണാറുള്ളത്. അപ്പോൾ അയാൾ പോലും, രാജഗുരു പോലും ഈ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇപ്പോഴത്തെ രാജഗുരു മുൻ രാജാവിൻ്റെ വിദൂഷകനായിരുന്നു എന്നതിൽ നാടകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ രാജാവിൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ രാജഗുരു ആണോ എന്നൊരു സൂചനയും നമുക്കവിടെ കണ്ടെത്താവുന്നതാണ്. ഇവിടേക്ക് എന്താണ്, ഒന്നിനും മടിയില്ലാത്ത ആളുകളാണ് രാജാവിൻ്റെ കൂടെ ഉള്ളത് എന്ന് നമുക്ക് പറയാം. പിന്നീട് പ്രജകളുടെ പ്രതിനിധികളായിട്ട് അവിടെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ കേവലരാമനും ചിന്താരാമനും. അവിടെ സാധാരണക്കാരുടെ പ്രാതിനിധ്യം കേവലരാമനിലൂടെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഭരണകൂടം നൽകുന്ന കരുതൽ, അതിൽ സന്തോഷിക്കുകയും അതിൽ ചില അവഗണനകൾ ഏൽക്കുമ്പോൾ വിഷമിക്കുകയും ചെയ്യുന്നൊരു സാധാരണക്കാരൻ, ജനത്തിൻ്റെ പ്രതിനിധി, അതാണ് കേവലരാമൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഭരണകൂടം തങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നുണ്ട് എന്നതിലപ്പുറം തങ്ങളെ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ പോലും സാധാരണക്കാരെ തൃപ്തരാക്കാറുണ്ടല്ലോ. അപ്പോൾ ജനങ്ങളെന്ന് അവരെയൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലേ, പക്ഷെ അതുപോലും ലഭിക്കുന്നില്ലല്ലോ ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നിരാശയാണ് ജനത്തെ അധികാരികൾക്ക് എതിരായി ചിന്തിക്കാൻ കാരണമാക്കുന്നത്. അപ്പോൾ പരിഗണന ലഭിക്കുക എന്നത് ഏതൊരാളുടെയും ആഗ്രഹമാണല്ലോ, അവകാശമാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് നമുക്ക് ഈ കേവലരാമനെ കാണാവുന്നതാണ്. പിന്നീട് സമൂഹത്തിലെ അഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഉയർന്ന ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ചിന്താരാമനെ കാണാം. ബുദ്ധിജീവികൾ, അതേപോലെ ചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയിട്ടുള്ള വിഭാഗം ഉണ്ടല്ലോ, സാധാരണ ജനങ്ങളെ, ഭരണകൂടത്തെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്നവർ. അപ്പോൾ ചിന്താരാമൻ്റെ വാക്കുകൾ കേവലരാമന് ഉണർവേകുന്നതും ചിന്താരാമന് മുന്നിൽ കൊത്തുവാള്, രാജഗുരു ഇവരൊക്കെ അടിപതറുന്ന ഒരു രംഗവും ഇതിലുണ്ട്. ഇതൊക്കെ ശ്രദ്ധേയമായൊരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭരണകൂടത്തെ വളർത്തുന്നതും തളർത്തുന്നതും അതേപോലെ ശുദ്ധീകരിക്കുന്നതും ഒക്കെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതായത് പ്രതിച്ഛായ നിർമ്മാതാക്കളായി രാജാവിനും പ്രജകൾക്കും ഇടയിൽ ഒരു പാലമായി വർത്തിക്കുന്ന മാധ്യമങ്ങൾ, അതിൻ്റെ പ്രതിനിധിയായിട്ട് നമുക്ക് വിദൂഷകൻ എന്ന കഥാപാത്രത്തെ കാണാവുന്നതാണ്. അപ്പം ഇന്നത്തെ സംഭവങ്ങൾ, മാധ്യമങ്ങൾ വിമർശനങ്ങൾക്ക് അതീതരല്ല എന്നും അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരെയും വഴിതെറ്റിക്കുന്നുണ്ട് എന്നും ഇവിടെ വ്യക്തമാക്കാൻ വിദൂഷകനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വിദൂഷകൻ എന്ന കഥാപാത്രത്തെ വിശകലനം ചെയ്യുമ്പോഴും ഈ ഒരു സവിശേഷത എടുത്ത് പറയാവുന്നതാണ്. ഇത് നമുക്കറിയാലോ, ഏതൊരു മാധ്യമവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് പല വിഷയങ്ങളുണ്ട്. അപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ ശരിയും തെറ്റും ഉണ്ടാവും. തെറ്റായ വഴിയിലേക്കും ശരിയായ വഴിയിലേക്കും നമ്മളെ നയിക്കുന്നുണ്ട് അത്. അപ്പോൾ ശരിയെയും തെറ്റിനെയും
തിരിച്ചറിയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മാധ്യമങ്ങൾ കൂടുതലും സത്യത്തെയാണ് നമ്മളിലേക്ക് എത്താൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു മാധ്യമവർത്തിയായിട്ട് വിദൂഷകനെ നമുക്കവിടെ കാണാവുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആക്ഷേപഹാസ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് നാടകത്തിൻ്റെ തുടക്കവും ഒഴുക്കുമെന്നത്. അപ്പോൾ ശ്രീ കാവാലൻ നാരായണ പണിക്കർ സ്വീകരിച്ച ഒരു ആശയാവിഷ്കാര രീതി തന്നെയാണ് അതെന്ന് പറയാം. പിന്നീട് ഇതിൽ അടിച്ചുതളിക്കാരി എന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. അവരുടെ ഒരു രംഗപ്രവേശനം, നാടകത്തിലെ സ്ത്രീ കഥാപാത്രവും അടിച്ചുതളിക്കാരിയും ഇതിൽ മറ്റുള്ളവർ എന്താണോ ചെയ്യേണ്ടത് അത് അവർ ചെയ്യാതിരിക്കുമ്പോൾ അധികാരഭാവം നടിച്ചും അതേപോലെ ഉപജാപകങ്ങളിൽ മുഴുകിയും കാലം കഴിക്കുന്ന മറ്റു കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തയായിക്കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവരെ അല്ലെങ്കിൽ സ്വന്തം ചുമതല മറ്റുള്ളവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ആ ചുമതല ഏറ്റെടുത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അടിച്ചുതളിക്കാരിയെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരിൽ നിന്നും താഴെയാണെങ്കിലും അടിച്ചുതളിക്കാരിക്ക് രംഗത്ത് മേൽക്കോയ്മയും ഗൗരവഭാവവും നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ജനക്ഷേമം നിറവേറ്റാത്ത ഭരണകൂടത്തിനെതിരായുള്ള സമൂഹത്തിന് അനിവാര്യമായ ചില മാറ്റങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും എന്ന് ചരിത്രം പോലും നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ആശയം തന്നെയാണ് അടിച്ചുതളിക്കാരിയുടെ രംഗപ്രവേശനത്തിലൂടെ ശ്രീ കാവാലൻ നാരായണ പണിക്കർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിവർത്തനങ്ങൾ മിക്കപ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് ഉണ്ടാവുക എന്നൊരു സാമാന്യ തത്വത്തെ കൂടി ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെ സ്ത്രീകൾക്കാണ് ഇതിൻ്റെ കടമ ഉള്ളത് എന്നൊരു സന്ദേശം കൂടി നമുക്ക് ഈ ഒരു നാടകത്തിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അദ്ദേഹം ഈ നാടകത്തെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് ശ്രീ കാവാലൻ നാരായണ പണിക്കരുടെ ചിന്താഗതികളൊക്കെയും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു നാടകം തന്നെയാണ് ഇതെന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളെ ഇടകലർത്തിക്കൊണ്ട് തൻ്റെ നാടകങ്ങളിലേക്ക് പുതുമയോടുകൂടി ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുക എന്ന പ്രത്യേകത കൂടി ഈ നാടകത്തിലുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഈ നാടകത്തിൻ്റെ ഒരു വിശകലനത്തിൽ വരുന്നത്. ഇനി നമുക്ക് ഈ നാടകം ദൃശ്യാവിഷ്കാരം ഒന്ന് കണ്ടു നോക്കാം. അയോധ്യയിലെ രാജഭക്തരായ സ്ത്രീ പുരുഷന്മാരെ, ഇതിലേ ഈ കാലുകളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഉറ്റ തോഴനും സന്തത സഹചാരിയും നിങ്ങൾക്കെല്ലാം കാണപ്പെട്ട ദൈവവും കണ്ടുകിട്ടാത്ത ദൈവവുമായ അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകളാണിവ. ഈ അസുലഭവും അസാമാന്യവുമായ കാലുകളെ ഞാൻ ഈ രത്നം പതിച്ച സിംഹാസനത്തിൽ വച്ചോളട്ടെ. ഓ ശരി 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 ശരി. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ. അങ്ങനെയല്ല പറയേണ്ടത്. അഗ്നിവർണ്ണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ എന്ന് പറയൂ. ഈ കാലുകൾ തന്നെയാണ് രാജാവ്. അഗ്നിവർണ്ണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ. അഗ്നിവർണ്ണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ. വിദൂഷകന്റെ ജോലി തൽക്കാലം ഇവിടെ തീർന്നു. പ്രജാവത്സലനായ അഗ്നിവർണ്ണ മഹാരാജാവ് പ്രജകളുടെ സങ്കടങ്ങളും പരാതികളും കേൾക്കുന്നതാണ്. വിദൂഷകനാകട്ടെ യാതൊരുവിധ പരാതികളുമില്ല. ഹാസ്യ കഥാപാത്രമാണല്ലോ. മൂക്കറ്റം ശാപ്പാട്, പകലിന ഉറക്കം. അധിക്ഷേപത്തിലോ ആദരവിലോ പ്രജകളുടെ ചിരിമുഴങ്ങുന്നത് എങ്ങനെയായാലും ഒരു വിരോധവും ഇല്ല. ആ മഹാരാജാവിന്റെ ഉറ്റ തോഴനും കൂടി ആണ് നാം. ഏതായാലും പതിവിൻപടിയുള്ള പ്രാർത്ഥന തുടങ്ങിക്കോളൂ. പാഹി 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 അഗ്നിവർണ്ണ പാഹി മാ. പാഹി 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 അഗ്നിവർണ്ണ പാഹി മാ. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ.
അല്ലല്ല, രാജാവ് തന്നെ വിജയിക്കട്ടെ. രാജാവ് തന്നെ വിജയിക്കട്ടെ. രാജാവും കാലുകളും വിജയിച്ചു കൊള്ളട്ടെ. പക്ഷേ അയോധ്യയിലെ പാവപ്പെട്ടവരായ നാം വിശപ്പടക്കാൻ എന്തു ചെയ്യും? അതിന് വിശപ്പുണ്ടോ നമുക്ക്? വിശപ്പ് പോലെയുള്ള താളതരം വികാരങ്ങളിൽ നാം വ്യാപൃതരാവാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ എന്നാണ് ഈ വിദൂഷകന്റെ സംശയം. രാജസന്നിധിയിൽ വെച്ച് അപശബ്ദം പുറപ്പെടുവിക്കുന്നവരെ സംഘത്തിൽ നിന്ന് പുറത്താക്കണം. വാസ്തവം. രാജാവിന്റെ കാലുകൾ കണ്ടാൽ ഞങ്ങൾക്ക് വിശപ്പേ ഇല്ല. എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. രാജാവിന്റെ കാലുകളെ പുകഴ്ത്തിപ്പാടാം. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് പിടികിട്ടാത്ത ആളാണ്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവിടെ ആകെ ഒരു ശവത്തിന്റെ ദുർഗന്ധം നിങ്ങൾക്ക് തോന്നില്ലേ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് ഈ തടിച്ച പുസ്തകം? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കാനാണോ ഭാവം? ഭയം തോന്നുന്നില്ലേ? ഇതെന്തോ ഒരു നശിച്ച വായന. എനിക്ക് ഭയം കൂടുന്നു. നമ്മളിവിടെ വരരുതായിരുന്നു അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. സമീപനത്തിന്റെ വ്യത്യാസമാണ്. ഇത് വായിക്കാൻ പറ്റിയ സ്ഥലമാണോ? നിങ്ങൾ എന്താണ് ഈ വായിക്കുന്നത്? ഒരു പുസ്തകം. നിങ്ങൾ ആ ശബ്ദം കേട്ടില്ലേ? നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് നന്നായി അല്ലേ? ആർക്ക്? ഞങ്ങൾക്കും നിങ്ങൾക്കും രാജ്യത്തിനും. ഓഹോ, രാജ്യത്തിനും. നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലെന്നാണോ? ആ സിംഹാസനത്തിൽ പോയിരുന്നോളൂ. സിംഹാസനത്തിലോ? അതാ അവിടെ 2 കാലുകൾ. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടിരുന്നോളൂ. എനിക്ക് വായിക്കണം. എന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല. ഇത് വായിക്കാൻ പറ്റിയ സ്ഥലമാണോ? ആയിരിക്കും. അതെ, പിളങ്ങരുത്. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ പേരെന്താ? ചിന്താരാമൻ. നമ്മൾ ചേരേണ്ടവരാണ്. എന്റെ പേര് കേവലരാമൻ എന്നാണ്. എന്റെ പേര് സാധാരാമൻ. കേവലരാമ, സാധാരാമ, ദയവ് ചെയ്തു ഒന്നും മിണ്ടാതിരിക്കും. ആ സിംഹാസനത്തിൽ പോയി സുഖമായി രാജാരാമൻ ഇരുന്നോളൂ.
കയറിയിരിക്കുന്നു. ആ, അഗ്നിവർണ്ണ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട കൊത്തോളാണ് ഞാൻ. അപ്പോൾ സ്ഥലത്തെ നിയമരാമൻ. അതെ, ദേവരാമൻ തന്നെ. നമ്മുടെ മഹാരാജാവിന് അദ്ദേഹത്തിന്റെ കുലത്തിൽ അത്യുന്നതനായിരുന്ന ശ്രീരാമചന്ദ്രന്റെ പേര് കൂട്ടി അറിയപ്പെടുന്നത് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് മറ്റൊരു ഇഷ്ടം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ കാലുകളെ ശല്യപ്പെടുത്തി സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന പ്രജാരാമന്മാരെ പിടലിക്ക് പിടിച്ച് തള്ളുക. സീതാരാമ, അപകടത്തിൽ പെടുമ്പോ കൈവിടില്ലെന്ന് പറഞ്ഞിട്ട് പുസ്തകം വായനയാണോ? ഒത്തുവാൾ, നിങ്ങൾ ആരായിരുന്നാലും നിയമത്തെ കയ്യിലെടുത്ത് അപകടത്തിൽ ചെന്നിയാടരുത്. അതാണ് എന്റെ ജോലി. എന്ത് ആപത്തിൽ ചെന്നിയാടലോ? അല്ല, ഇത് കയ്യിൽ വെക്കുക. ഇത് കണ്ടോ? ഇവിടെ ഒരു രാജാവ് ഉണ്ടോ? അതിപ്പോൾ മനസ്സിലായില്ലേ? അതാ ചോദിച്ചത്. എനിക്കൊരു സംശയം. നിങ്ങൾ തന്നെയല്ലേ അഗ്നിവർണ്ണ മഹാരാജാവ്? എന്തു വേണമെങ്കിലും ധരിച്ചോളൂ. അപ്പോൾ ഈ മരക്കാലുകൾ ആരുടേതാണ്? രാജാവിന്റേതാണ്. രാജാവിന്റെ ബാക്കി എവിടെ? ശരീരം, തല, ചെവി, കണ്ണ്, മൂക്ക്, കൈകൾ അതെല്ലാം പിന്നിലേക്ക്, അത് അതിന്റെ സ്ഥാനത്ത് തന്നെയുണ്ട്. ഉണ്ടോ? നല്ല ഘടന. കേട്ടോ ചിന്താരാമ, അഗ്നിവർണ്ണ മഹാരാജാവിന്റെ ഇന്ത്യയെ ഘടന കണ്ടോ? എനിക്ക് ഈ ഘടന നേരത്തെ തന്നെ അറിയാം. അതല്ലേ ഞാൻ നിങ്ങളെ പോലെ ഭയപ്പെടാത്തത്. ഇത് കണ്ട് രസിക്കാനാണ് ഞാനിവിടെ വന്നത്. ഞങ്ങൾ ഇവിടെ വന്നത് ഈ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിക്കാനാണ്. കാലുകളോട് സങ്കടം ഉണർത്താനോ? ഭ്രാന്ത്. ആട്ടെ, തന്റെ പരാതി എന്താണ്? ഇവിടെ ഒരു രാജാവില്ലെന്ന്. ഇവിടെ ഒരു രാജാവുണ്ട്. പൊന്നുതമ്പുരാൻ. അത് ഞാനാണ്. ആ കാണുന്നത് എന്റെ കാലുകളാണ്. ധിക്കാരം പറയുന്നുള്ളൂ. ഇവിടെ നിന്ന് അലക്ഷ്യമായി പുസ്തകം വായിച്ചത് തനിക്ക് വേണമെങ്കിൽ മാപ്പ് തരാം. എന്നാൽ രാജ്യദ്രോഹം പറഞ്ഞാൽ മാപ്പില്ല. രക്ഷപ്പെടെങ്കിൽ പൊയ്ക്കോളൂ. കൊത്തുവാൾ തമാശ പറഞ്ഞതായിരുന്നു. അതിന് ഞാൻ വിദൂഷകനല്ല. താൻ ആരായാലും എനിക്കൊരു ചുക്കുമില്ല. ഞാനാണ് രാജാവ്. എന്റെ കാലുകൾ തനിക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഓ, ഉത്തരവ്. താൻ കളിയാക്കണ്ട. എവിടെ രാജാവ്? ഇത് കണ്ടോ? തന്റെ പുസ്തകത്തെക്കാൾ തടിച്ച പുസ്തകങ്ങൾ ഈ കൊട്ടാരത്തിൽ അടുങ്ങിയിരിപ്പുണ്ട്. നമ്മുടെ മഹാരാജാവ് എന്തുമാത്രം പുസ്തകങ്ങൾ തിന്നു തീർത്ത ആളാണെന്നറിയാമോ? ഓഹോ, അപ്പോൾ അദ്ദേഹത്തിന് വായുണ്ട്. വായുണ്ടെങ്കിലും വായിക്കാൻ നേരമില്ലാഞ്ഞിട്ട് അദ്ദേഹം വേറെ 6 പേര് ഇരുത്തിയാണ് പുസ്തകം വായിപ്പിക്കുന്നത്. അറിയാമോ? എന്ത് ചെയ്യാനാ? ഒരു ചുക്കം ചെയ്യാനില്ല. ഞങ്ങൾക്ക് മഹാരാജാവിനെ കാണണം. രാജാവിന് ഞങ്ങളെയും കാണണം. ഇതാരിത്? സാക്ഷാൽ ചാണക്യനോ? അല്ല, വസിഷ്ഠൻ. ധിക്കാരം പറയുന്നു. രാജഗുരുവാണ്. തൊഴുതോളൂ, തൊഴുതോളൂ. അപ്പോൾ രാജാവല്ലേ? ഞാൻ കരുതി രാജാവാണെന്ന്. എന്നിട്ടും നിങ്ങൾ വിനയം കാട്ടിയില്ല. രാജഗുരു, താൻ തന്നെയാണോ വലിയവൻ? താനോ? കൊത്തുവാൾ, ഇവനെ നാം വിദൂഷകനാക്കുന്നു. വിശേഷേന ദൂഷകൻ. അവൻ എന്തെങ്കിലും പറഞ്ഞോളൂ. രാജഗുരു, തന്നോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഇവിടെ ഭരണം എന്നുണ്ടോ? പിന്നില്ലാതെ. എവിടെ രാജാവ്? ഞങ്ങളുടെ പരാതി ആരോടാ ഒന്ന് പറയുക? അവിടെ പറഞ്ഞോളൂ, ഞാൻ വിളിച്ചെടുക്കാം. രാജാവിന്റെ കാലുകളാണ് എന്റെ ചെവികൾ. എങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല.
രാജാവിന്റെ കാലുകൾക്ക് പകരം അദ്ദേഹത്തിന്റെ ചെവികൾ തന്നെ വെച്ചുകൂടെ? രാജാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് പിടിപ്പത് ജോലിയുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞ് ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമാകട്ടെ, അതുവരെ കാത്തിരിക്കാം. ഈ രാജഗുരു മുമ്പ് ആരായിരുന്നുവെന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. രാജഗുരു, താങ്കൾ മരിച്ചുപോയ മഹാരാജാവിന്റെ വിദൂഷകനായിരുന്നില്ലേ? സാധാരണ മരിച്ചുപോയതല്ല, കൊന്നുകളഞ്ഞ രാജാവ്. ഇപ്പോഴത്തെ കാലുകാരൻ രാജാവിന്റെ ഭ്രാന്ത് പിടിച്ച ഇന്ദ്രിയങ്ങളുടെ ലഹരിയിൽ ഇയാളല്ലേ പഴയ രാജാവിനെ കൊന്നുകളഞ്ഞത്? അതോടെ ഈ വംശത്തിലെ രാജാക്കന്മാരെല്ലാം ഇയാൾ കൊന്നുകളഞ്ഞു. നിർത്ത, നിന്നെ ഞാൻ വെറുതെ നിശ്ചയിച്ചിട്ടില്ല, കൊലമരത്തിലേറ്റും. ബുദ്ധിരാമൻ ഇടയ്ക്ക് തട്ടിവിടുന്ന തമാശയായിരിക്കും. ആകെ എന്താ ഒരു മൗനം? വിദൂഷകൻ പ്രവേശിക്കുമ്പോൾ എല്ലാവരും തല കുമ്പിട്ട് നിൽക്കുന്നല്ലോ. വിദൂഷകന്റെ എഴുന്നള്ളത്തിനും കൊമ്പും കുഴലും ഈ പതിവെന്ന് തുടങ്ങി. വിദൂഷകൻ മഹാരാജാവിന്റെ ഉറ്റ തോഴനാണെന്ന് കുഴലൂത്തുകാർക്കറിയാം. വിദൂഷകന്റെ പുറപ്പാടിന് എന്തിനു കൊമ്പും കുഴലും വേണ്ടെന്ന് വെക്കണം? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു വിരോധം ഇല്ല. ആരും വിരോധിക്കുന്നില്ല, നാം ഈ രാജഗുരു വിരോധിക്കുന്നു. എന്റെ ഉറ്റ തോഴൻ അഗ്നിവർണ്ണ മഹാരാജാവ് ജീവിച്ചിരിക്കുമ്പോഴോ ശിക്ഷയായി? അതിനങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? ആ ചോദ്യം ഒന്നാന്തരമായി. എന്നാൽ പറയാം, കഷ്ടിച്ച് ജീവിച്ചിരിക്കുന്നു. കാലുകൾ ജീവിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ മരിച്ചു ജീവിക്കുന്നു. ആ ഹാസ്യവും ഒന്നാന്തരമായി. എന്നാൽ പറയാം, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. കൊത്തുവാൻ ആരാണ് ഈ വിദൂഷകൻ? ചിന്താരാമ, ഇത് വിദൂഷകൻ തന്നെയാണോ? അഗ്നിവർണ്ണ മഹാരാജ വേഷം മാറി വന്നല്ലേ, അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു. ഇയാൾക്ക് രണ്ട് കാലുകൾ വേറെ തന്നെ ഇല്ലേ? ഇയാൾ ആരാണെന്ന് ഞാൻ പറയാം. ഹാസ്യ നടനാണ്. കഴിഞ്ഞുപോയ രാജാവിന്റെ കാലത്ത് മന്ത്രിയോ രാജഗുരുവോ എന്തോ ആയിരുന്നു. ഇപ്പോൾ ജോലിയിൽ നിന്നും തരം താഴ്ത്തി. തരം പൊക്കിയെന്ന് പറയൂ. വിദൂഷകനാണ് ഒന്നാം സ്ഥാനം, അറിയാമോ? വളരെ ശരി. തന്റെ ജോലി രാജാവിന്റെ കാലെടുത്ത് സിംഹാസനത്തിൽ വെക്കുകയല്ലേ? പ്രജകൾക്ക് സങ്കടം ബോധിപ്പിക്കാൻ എന്നും എടുത്തു വെക്കണം. സമയം കഴിയുമ്പോൾ അതെടുത്ത് തിരികെ കൊണ്ടുപോകണം. മിടുക്കൻ. വാസ്തവത്തിൽ കാലുകൾ തിരികെ കൊണ്ടുപോകാൻ സമയമായി. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് എത്ര കണിശമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു. വിദൂഷക, താങ്കളല്ല രാജാവെന്ന് വിശ്വസിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. താങ്കൾ ആ സിംഹാസനത്തിലോടൊന്ന് ഇരിക്കൂ, ഞങ്ങൾ കൊതുതീരെ വിളിക്കട്ടെ. ഫലിതം അങ്ങോട്ട് ഏറ്റെടുത്തോ. എന്നാൽ എന്റെ തോഴന്റെ സിംഹാസനത്തിൽ ഞാനൊന്നിരുന്നാലും അദ്ദേഹം ഒന്നും പറയില്ല. അത് മനസ്സിലായി. ആരിരുന്നാലും ഒന്നും പറയാത്ത തോഴനാണെന്ന്. അങ്ങനെ എല്ലാവർക്കും കയറിയിരിക്കാൻ പറ്റില്ല. ഈ രാജഗുരുവിന് പോലും ആ സിംഹാസനത്തിൽ ഇരിക്കാൻ കാലില്ല. എന്നാൽ ഞാൻ ഈ വിദൂഷകൻ ഇരുന്നിരിക്കും. വിദൂഷകൻ, നിങ്ങൾ അവിടെ ഇരുന്നുകൂടാ. കൊത്തുമാൾ തമാശ പറയുകയായിരിക്കും. ഇവിടെ ഇരുന്നാൽ എന്ത് വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിദൂഷകൻ, നിങ്ങൾക്ക് നിയമത്തെ ധിക്കരിക്കാനുള്ള അനുവാദമില്ല. അതുണ്ടെങ്കിൽ തന്നെ അത് അനുവദിച്ചുകൊണ്ടുള്ള തിരുവെഴുത്തുണ്ടാകണം. ഇവിടെ തിരുവഴുത്തൊക്കെ ഞാൻ തന്നെയല്ലേ എഴുതുന്നത്. കൊത്തുവാൾ പരിഭ്രമിക്കേണ്ട. തുല്യം ചാർത്തുന്നത് തോഴരാണെങ്കിലും എഴുത്തൊക്കെ ഞാൻ തന്നെ എഴുതുന്നത്. ഇവിടെ തിരുവഴുത്തെല്ലാം ഈ രാജഗുരുവിന്റെ അധികാരത്തിലാണ്. തിരുവഴുത്ത് പോയിട്ട് എഴുത്തു തന്നെയുണ്ടോ ഇവിടെ? ഏതായാലും ഹാസ്യരാമൻ തന്നെ മഹാരാജാവൻ തന്നെ മനസ്സ് പറയുന്നു. അദ്ദേഹം ആ സിംഹാസനത്തിൽ നിന്ന് ഇരിക്കൂ, ഞങ്ങൾക്ക് തങ്ങളുടെ സങ്കടം ഉണർത്തിക്കാലോ.
തിരുവഴുത്തിന്റെ കാര്യം പറഞ്ഞ പോലെ സങ്കടം കേൾക്കുന്നത് ഞാൻ തന്നെ. ഞാൻ ഏതായാലും ആ സിംഹാസനത്തിൽ ഒന്നിരുന്ന് എല്ലാ പ്രജകളുടെയും സങ്കടം കേൾക്കാം. വിദൂഷകൻ, നിങ്ങൾ നിയമത്തെ ധിക്കരിക്കാമെന്നായോ? അത് ഈ കൊത്തുവാളോട് നിൽക്കുമ്പോൾ എന്റെ തോഴന്റെ സിംഹാസനത്തിൽ ആരെങ്കിലും ഇരുന്നാൽ ഇതാണ് അനുഭവം. അത് കൊത്തുവാൾ ശരിക്കും നടിച്ചു കാണിച്ചു. കൊത്തുവാൾ തോഴരോട് പറഞ്ഞ് നാം കൊത്തുവാൾക്ക് സ്ഥാനക്കയറ്റം വാങ്ങിത്തരും. വിദൂഷകനായിട്ടായിരിക്കും. എല്ലാവരും ഇങ്ങനെ വിദൂഷകനായാലോ? ഞങ്ങളുടെ പരാതി ഞങ്ങൾ ആരോടോ ഒന്ന് പറയുക. എന്താ കേവരാമത്തന്റെ പരാതി? പരാതിയോ? പരാതിയല്ലേ ഉള്ളൂ. എപ്പോഴും രാജാവ് വരുന്നു വരുന്നു എന്ന് പറയുന്നത് ആരുടെ സൂത്രമാണ്? അല്ല, ഇത്തവണ പതിവ് തെറ്റിയല്ലോ. ഒരു പെണ്ണാണല്ലോ. രാജാവ് ഒരു പെണ്ണാണ്. അഗ്നിവർണ്ണൻ എന്നുള്ള ആണിന്റെ പേരല്ലേ? പോരാത്തതിന് അദ്ദേഹത്തിന്റെ കാലുകൾ അവിടെ ഉണ്ട് താനും. അത് ആൺകാലുകളാണ് താനും. അദ്ദേഹം തൻകാലിലേ നിൽക്കൂ. ആരാണെന്ന് അങ്ങോട്ട് നേരിട്ട് ചോദിച്ചു. ഇവിടെ കാര്യഗൗരവമുള്ളതല്ല, മൗനത്തിലാണല്ലോ. കയ്യിൽ ഒരു ചൂലും കിണ്ടിയും. ഹേ സ്ത്രീയെ, നിങ്ങൾ ആരാണ്? ഞാൻ കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരി. കൊള്ളൂത്തുകാരുടെ ഒരു പാടേ കൊട്ടാരത്തിൽ അടിച്ചു കളിക്കാർക്ക് പാതി വേണം. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ നീതി കൊള്ളാം. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. എന്താ അടിച്ചു കളിക്കാരി ഈ അനവസരത്തിൽ ആയുധങ്ങളുമായി? ആയുധം എന്തിനാ? ശിക്ഷിക്കാനല്ലാതെ. ശിക്ഷിക്കാനുള്ള രാജാവില്ലേ? രാജാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് നേരമില്ലെങ്കിൽ കൊത്തുവാളില്ലേ? അതിനു മുകളിൽ രാജഗുരുവില്ലേ? എല്ലാത്തിനും മുകളിൽ വിദൂഷകനില്ലേ? എന്നാൽ ഒരു സത്യം പറയാം, അടിച്ചു കളിക്കാരിയാണേ വിദൂഷകന്റെയും മുകളിൽ. ചിരിക്കാൻ ഹാസ്യം പറഞ്ഞതല്ല, സത്യ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. എല്ലാവരും ഒന്ന് മാറി നിൽക്കണം. എനിക്ക് ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരണം. മാറിയില്ലെങ്കിൽ ഞങ്ങളെയും ചവറാക്കുമായിരിക്കും. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോ ഈ രാജഗുരുവിനെയും ചവറാക്കുമോ? രാജഗുരുവോ? അതിന് രാജാവ് എവിടെ? രാജാവില്ലെങ്കിൽ പിന്നെ എന്ത് രാജഗുരു? രാജാവില്ലേ? കൊള്ളാം. രാജഗുരുവിനും സംശയം. സംശയം നല്ലതിനാണ്. അടിച്ചുതളിക്കാരി ഈ കാലുകളും അടിച്ചു വാരി കളയുമോ? എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ജോലി നോക്കണം. ആരാ എന്റെ ജോലി? അതിന് അധികാരമുള്ളവർ. ഇവിടെ അതിന് അധികാരമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അയ്യടാ, ഇതെന്നാ പ്രാന്ത? സിംഹാസനത്തിൽ രാജാവ് ഉണ്ടെന്നോ ഇല്ലെന്നോ അടിച്ചളിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. അവിടെ രണ്ട് കാലുകളുണ്ട്, അതെനിക്ക് വ്യക്തമായി കാണാം. ഒന്നും അറിയാത്തവരെ പോലെ നിങ്ങൾ പെരുമാറിയാലോ? എനിക്കുണ്ടല്ലോ നിങ്ങളെക്കാൾ കാര്യഗൗരവം. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് വാസ്തവത്തിൽ കഷ്ടമാണ്. കാണാഞ്ഞിട്ട് കണ്ടെന്ന് നടിക്കുന്നത് അതിലും കഷ്ടമാണ്. യഥാ രാജ തഥാ പ്രജ. അഥവാ യഥാ പ്രജ തഥാ രാജ. വാസ്തവം നമുക്ക് അർഹതപ്പെട്ടതേ നമുക്ക് ലഭിക്കും. അടിച്ചു കളിക്കാരി, നിങ്ങൾ ഈ കൊട്ടാരത്തിലെ അടിച്ചു കളിക്കാരിയല്ലേ? രാജ്ഞിയല്ല, രാജാവല്ല, രാജ്ഞി. നിങ്ങൾ ആ സിംഹാസനത്തിൽ ഇരുന്നാലും ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം ഒന്ന് ഉണർത്തട്ടെ. ഇത് നല്ല കൂത്ത്. എന്റെ ജോലി അത്. എനിക്കത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ രാജ്ഞിയൊന്നുമല്ല. ഹേ തമാശക്കാരാ, നിങ്ങൾ കൂടെ കൂടിക്കൊള്ളൂ. അന്തരീക്ഷത്തിലെ മാറാനെല്ലാം അടിച്ചു കളയട്ടെ, നിലത്തെ ചപ്പുചിപ്പെല്ലാം പറപ്പിച്ചു കളയട്ടെ.